സുരേന്ദ്രൻ്റെ കൂടെ വന്ന് വയനാട്ടിൽ വന്ന് നമ്മൾ ചലഞ്ച് തോറ്റിട്ട് തിരിച്ചു പോവുകയാണ്. ഇനി മുതൽ ക്രിക്കറ്റിൻ്റെ കൂടെ കുറച്ച് നല്ല സ്ഥലങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ നെട്ടാറ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലാണ് കേട്ടോ. അരുവികളും മലനിരകളും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലം, അധികം മനുഷ്യരെത്തിപ്പെടാത്തൊരു സ്ഥലം. ഫസിലിക്ക വിളിക്കണു, നമ്മളങ്ങ് പോകുന്നു. കാടിന് നടുവിലുള്ള യാത്രയാന്ന് പറയുമ്പോഴേ നമ്മൾ എക്സൈറ്റഡ് ആയി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് കാണാം. ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ പിള്ളേരോടെ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്ന വഴിക്ക് കാടിന് നടുവിലൂടെയാണല്ലോ. നമ്മൾ ആനയും കടുവേനെയൊക്കെ പ്രതീക്ഷിച്ച് പോയി. മാൻപേടകളെ കണ്ടു, അതും സന്തോഷമാണ്. പിന്നെ നമ്മൾ എത്തിയ സ്ഥലം ഇതാണ്, ആദ്യം പോയ നെട്ടറ എന്ന് പറയുന്ന സ്ഥലം. ഒരു ചെറിയ ഗ്രാമം കേട്ടോ. അവിടെ ഒരു അരുവി, 2 കൂട്ടുകാർ. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ തോട്ടിൽ തോർത്തിട്ട് ഇങ്ങനെ മീനുകളെ പിടിക്കായിരുന്നു. അപ്പോൾ അവന്മാർ കൂട്ടുകാരനെ വിളിച്ചു പറയുന്നുണ്ട് വലിയ മീനെ കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ ആ മീനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ മീനെ കാണിച്ചു തന്നെ എനിക്ക്. അവർക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ മീൻ. ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ ഇവിടെ വരുമ്പോൾ എന്തോ സ്ലോ ആവുന്നുണ്ടല്ലേ ഈ ഗ്രാമങ്ങളിലേക്ക് വരുമ്പം. ഗ്രാമങ്ങളിൽ നമ്മുടെ ആത്മാവുണ്ടെന്നൊക്കെ എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു. കുറച്ച് നേരം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ചിത്രശലഭങ്ങളുടെ പുറകിലും പൂക്കളുടെ പുറകിലും അപ്പൂപ്പൻ താരയുടെ പുറകെയൊക്കെ ആയിരുന്നു. അപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാതെ, അപ്പോൾ ഒരു മഴയുടെ ഒരു ചാൻസും ഇല്ലാണ്ട് പെട്ടെന്നൊരു മഴ പെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. എനിക്കൊന്ന് ഒരു ചെറിയ മഴ കിട്ടിയാൽ കൊള്ളാമെന്നായി. അതേ അളവിൽ മഴ പെയ്തു എന്നുള്ളതാണ്. എന്നെ പ്രകൃതിക്ക് അത്ര ഇഷ്ടമാണെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ചെല്ലുന്ന സ്ഥലത്തൊന്നും മഴ പെയ്യാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ പോലും കുറേ നേരം ഞാനിവിടെ പാട്ടൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് നടക്കാൻ പറ്റില്ല കേട്ടോ. ആനകൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവിടെ കമ്പിവേലി ഇട്ട് മറിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ തിരിച്ചെത്തി ഫസിലിക്കേൻ്റെ കൂടെ കൂടി കുറച്ച് നേരം ഞങ്ങളുടെ കുളി ജപം. നല്ല തണുപ്പുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള വെള്ളം. ഞാൻ എങ്ങനെ ഇറങ്ങാൻ മടിച്ച് പക്ഷേ ആ വെള്ളത്തിൽ കിടന്നിട്ടുള്ള വ്യൂവും ആ തണുപ്പും കുളിർമയൊക്കെ ഭയങ്കര രസമാണ്. ചുറ്റും നമുക്ക് കുറേ മരങ്ങളിൽ കുറേ ഹട്ടുകളൊക്കെ കണ്ടു. എന്നിട്ട് ഞാൻ ആ കുളി നിർത്തിയിട്ട് മെല്ലെ ഹട്ടിലേക്ക് കയറാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ എങ്ങനെയാണോ ആൾക്കാർ അതിനെ മണ്ടയ്ക്ക് കയറുന്നതെന്ന് അറിയത്തില്ല. ഒരു ചാൻസ് ഇല്ലാത്തൊരു സ്ഥലം. അപ്പം അങ്ങനെ എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ കുറേ നേരം കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും സൂര്യൻ അസ്തമിക്കാറായി. പെട്ടെന്ന് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ കളി വല്ലതും ഉണ്ടെങ്കിലോ. കാരണം ഒരു ചെറിയ മഴ പെയ്തുകൊണ്ട് കുട്ടികൾ കൂടാനുള്ള ചാൻസ് കുറവ് ഞങ്ങളിങ്ങനെ ആലോചിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി ചെന്ന സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് കളി നടക്കണില്ല. എന്നിട്ട് അവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ബ്രെഡ് ഓംലെറ്റ് എടുത്ത് കഴിച്ചു. സത്യം പറയാമല്ലോ, നല്ല അടിപൊളി ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്ത് ആ വ്യൂവും കണ്ട്. നിങ്ങൾ ഈ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഫുഡിനേക്കാളും ആ സ്ഥലത്തിനും ആ കമ്പനിക്കും ഒക്കെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ എന്താ ഒരു അടിപൊളി പരിപാടി. ഞങ്ങൾ നേരെ തിരിച്ച് ആ പ്ലേറ്റ് കൊടുക്കാൻ വേണ്ടി കടയിലേക്ക് ചെന്നപ്പം ദേ ഇരിക്കുന്നു സൈഡിലൊരു ബാറ്റ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് പ്രേമിയാണ് ആ കടക്കാരനെ എനിക്ക് മനസ്സിലായി. അവനാണെങ്കിൽ നമ്മളെ മനസ്സിലായി എന്നുള്ളതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പം നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മല്ലു ക്രിക്കറ്ററല്ലേ എന്ന് സംസാരിച്ചു. എന്നിട്ട് തൊട്ടപ്പുറത്തെ വയൽ സൈഡിൽ കളിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ആ വ്യൂവിലിരുന്നൊരു ചായയും കുടിച്ചിട്ട് നേരെ അപ്പുറത്ത്, ഇനിയും കുറച്ച് നേരം കൂടെ ഉള്ളൂ സൺസെറ്റ് ആവാൻ വേണ്ടി, പെട്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് പോയി. ഞാൻ ഇതുവരെ കണ്ടത് വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഗ്രൗണ്ട് നിങ്ങളെ കാണിച്ചു തരട്ടെ. ബാക്ക് ഡ്രോപ്പിലെ വ്യൂ ഒക്കെ കാണാൻ മോനെ സെമ്മ. കുറേ നേരം ഞാനും ഫസിലിക്കയും കൂടെ തപ്പി നടന്നിട്ടൊരു വയലിലെ ഒരു ഗ്രൗണ്ട് മോനെ വേറെ ലെവൽ ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്രതീക്ഷിതമായി ഇത്രയും മനോഹരമായ ഒരു ഗ്രൗണ്ട് കണ്ടതുകൊണ്ടാവും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മാത്രമല്ല ആ വയലിൽ അങ്ങനെ അവർ ഇത്രയും കിട്ടിലിനൊരു പിച്ച് റെഡിയാക്കി. ദൂരെ നോക്കുമ്പോഴേ ആ പിച്ചിന് എന്തോ ഒരു പ്രത്യേകത കണ്ടു. അടുത്ത് നോക്കിയപ്പോൾ വിള്ളലൊക്കെ ആയിട്ടൊരു നമ്മൾ ക്രിക്കറ്റ് ബോളിൽ കളിക്കുന്ന പിച്ചുകളെക്കാളും ഉറപ്പുള്ള പിച്ച് വരെ തോന്നി. അടിപൊളിയായിരുന്നു. പിന്നെ ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡർ അവിടെ നിന്ന് കുറേ നേരമായിട്ട് നല്ല ഷോട്ടുകളൊക്കെ അടിക്കുന്നു. എനിക്കാണെങ്കിൽ ബാക്ക് ഡ്രോപ്പിലുള്ള കാടും ആ സൺസെറ്റും ഒക്കെ ആയിട്ട് ഞാനും ആ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടുത്തെ അവസാനം നമ്മുടെ മല്ലു ക്രിക്കറ്റിന് വേണ്ടി സുരേന്ദ്രൻ്റെ കൂടെ ഒരു ചലഞ്ച് വീഡിയോ ചെയ്താലോ, ഒരു 6 ബോൾ സുരേന്ദ്രനോട് ചോദിച്ചു. എന്നിട്ട് അവൻ പറയാഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഒരു 15 റണ്ണ്. എന്നിട്ട് ഞാനോടത്ത് കുറച്ച് യോർക്കറുകളും കുറച്ച് പേസി ബോളുകളൊക്കെ എറിയാൻ, ഇടയ്ക്ക് സ്ലോവറൊക്കെ ട്രൈ ആവുന്നു. പക്ഷെ നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. ഫസിലൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു ഡേ, അതായത് ഒരു വെൽ സ്പെൻഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർനൂൺ ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ തുടങ്ങി യാത്ര. കാട് കണ്ടു, ഗ്രാമം കണ്ടു, നല്ല കുളിച്ചു, സൺസെറ്റ് കണ്ടു, ക്രിക്കറ്റ് കളിച്ചു, നല്ലൊരു ചായ കുടിച്ചു, നല്ലൊരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഒരു ആഫ്റ്റർനൂൺ. പുറത്തുപോയി അയ്യോ, ഇതൂടെ പറയാതെ കഴിയൂല. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഒരു 10-25 പേര് ചേർന്ന് ഒരു ചെറിയ സ്പേസിൽ പ്ലാസ്റ്റിക് ബോളിൽ കളിക്കുന്നു. അപ്പോൾ ഫസിലൊക്കെ പറയാണ് മനസ്സ് മതി എവിടെയാണേലും കളിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, ചെറുപ്പത്തിലൊക്കെ ഇപ്പം നമ്മൾ വലിയ ഗ്രൗണ്ടുകൾ കണ്ടു കഴിഞ്ഞാൽ പോലും ആക്ച്വലി ഇത് പോരാന്നൊക്കെ പറയുന്ന സമയത്തൊന്ന്. എന്നിട്ട് അവിടുത്തെ ആ ക്രിക്കറ്റ് കളി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഒരു വലിയ മാൻകൂട്ടത്തെയൊക്കെ കണ്ടിട്ട്
യാത്ര ഇങ്ങനെ തുടങ്ങി. ഒരു മനോഹരമായ യാത്ര അങ്ങനെ അങ്ങ് സന്തോഷമായിട്ട് പര്യവസാനിച്ചു. കുറേ മാൻകൂട്ടങ്ങളെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസിലിക്കയോടും വയനാടിനോടും പ്രകൃതിയോടും എല്ലാം നന്മ പറഞ്ഞ് അങ്ങനെ ചാർലിയുടെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം.